ഇന്നത്തെ ഈ കേക്ക് എന്ന് പറയുന്ന ഒരു 5 kg വെയിറ്റ് വരുന്ന ഒരു റെക്റ്റാങ്കിൾ കേക്കിനെ നമ്മൾ കട്ട് പീസ് ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ കേക്ക് കട്ട് പീസ് ആക്കുമ്പോഴത്തേക്ക് ഒരു 77 പീസസോളം നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു എമ്മിയസ്റ്റ് ഫ്ലേവറാണ്. നമ്മുടെ വായിലൊക്കെ ഇട്ട് അലിഞ്ഞു പോകുന്ന ഒരു കേക്ക് എന്നൊക്കെ പറയത്തില്ല, അത്ര ടേസ്റ്റ് ഉള്ള ഒരു ഫ്ലേവർ കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറിൻ്റെ പേര് കുൽഫി എന്നാണ്. കുൽഫി കേക്കാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മെയിൻ കേക്ക് 2 ടയറിൻ്റെ കൂടെ ഒരു റെക്റ്റാങ്കിൾ കട്ട് പീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ കസ്റ്റമർ ഓർഡർ തന്നിരിക്കുന്നത്. കസ്റ്റമർ മറ്റാരും അല്ല, എൻ്റെ കൂടെ 10th പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. ആ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏടാ ഇതൊന്ന് ചെയ്യണേടാ, ഈ ഒരു ഫ്ലേവർ വേണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തൊരു കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇൻസൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻസൈഡ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കേക്ക്, കുഞ്ഞെന്നൊന്നും പറയാൻ പറ്റത്തില്ല, 1 kg കേക്കാണ് കേട്ടോ. അത് ഞാനും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ്. എനിക്കിത് എപ്പോഴും ചെയ്യാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരുപാട് അധികം കാര്യങ്ങൾ ഈ ഒരു കേക്കിന് വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനിത് ഉണ്ടാക്കാറില്ല. നമ്മളുടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ വന്നപ്പോൾ പിന്നെ നമുക്കായിട്ട് 1 കിലോ ചെയ്യാതെ എന്താ അല്ലേ. അപ്പോൾ അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. മിൽക്ക് കേക്കാണ്, മിൽക്കിലൊക്കെ കുതിർത്ത് വെച്ചിരിക്കാന്നൊക്കെ പറയത്തില്ല, അത്ര എമ്മിയാണ് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ കൂടെ 2 ടയർ കേക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇതൊരു ട്വിൻ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് 2 ടയർ ആയിട്ട് തന്നെ ചെയ്യണേടാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 1 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ താഴെ ഡമ്മിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വേണം, ബ്ലാക്ക് ബട്ടർഫ്ലൈ വേണം, ബ്ലാക്ക് ബോൾസ് വേണം, ഇതെല്ലാം പറഞ്ഞു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരുടെ നീഡ്സ് അനുസരിച്ച് ഒട്ടും തന്നെ കുറച്ചില്ല, നമ്മൾ അതേപോലെ തന്നെ അടിച്ചു പൊളിച്ചങ്ങ് ചെയ്തങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കട്ട് പീസ് കേക്കും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തന്നെ ആയിരുന്നു ഡെലിവറി ചെയ്തതും സെറ്റ് ചെയ്ത് കൊടുത്തതും എല്ലാം കേട്ടോ. അപ്പോൾ ആ സ്റ്റേജ് ഡെക്കറേഷനും നമ്മളെ കേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി കോംബോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.